ടിപ്പുവിൻ്റെ പടയോട്ടത്താലും മറ്റു കാരണങ്ങളാലും കേരളത്തിൽ നിരവധി ക്ഷേത്രങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. അവയിൽ മിക്ക ക്ഷേത്രങ്ങളും ഇപ്പോൾ പൂർവാധികം ഭംഗിയോടുകൂടി പുനരുദ്ധാരണം നടത്തി വരുന്നുണ്ട്. അത്തരത്തിൽ ഒരു ക്ഷേത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. സാമൂതിരിയുടെ നാടെന്നറിയപ്പെടുന്ന കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ തൃക്കോവിൽ മഹാവിഷ്ണു ക്ഷേത്രം. സാക്ഷാൽ വൈകുണ്ഠനാഥൻ സന്താനഗോപാലമൂർത്തി ഭാവത്തിൽ കുടികൊള്ളുന്ന മലബാറിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ തൃക്കോവിൽ മഹാവിഷ്ണു ക്ഷേത്രം. നാലമ്പലത്തിനുള്ളിൽ ചതുരശ്രീകോവിലായി ചതുർബാഹുവായി കുടികൊള്ളുന്ന വൈകുണ്ഠനാഥൻ ശാന്തസ്വരൂപനും ക്ഷിപ്രപ്രസാദിനിയുമാണെന്നാണ് വിശ്വാസം. ചതുരശ്രീകോവിലായി കിഴക്കോട്ട് ദർശനമരുളി കുടികൊള്ളുന്ന ക്ഷേത്രേശനെ കൂടാതെ കുട്ടിച്ചാത്തൻ, ഗണപതി, നാഗം, ശിവൻ, ശാസ്താവ്, ദക്ഷിണാമൂർത്തി, ദേവി എന്നിവരും ഉപദേവതാ സാന്നിധ്യത്തിൽ ഈ പുണ്യസന്നിധിയിൽ ഭക്തർക്ക് ദർശനമരുളി കുടികൊള്ളുന്നുണ്ട് എന്നാണ് വിശ്വാസം. സാമൂതിരി രാജാവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന മലബാറിലെ അപൂർവം ചില ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ശ്രീ തൃക്കോവിൽ മഹാവിഷ്ണു ക്ഷേത്രം എന്നാണ് വിശ്വാസം. അദ്ദേഹം നിത്യവും ദർശനത്തിന് വന്നിരുന്ന ഏതാനും 2 ക്ഷേത്രങ്ങളിൽ ഒന്നാണത്രേ ശ്രീ തൃക്കോവിൽ മഹാവിഷ്ണു ക്ഷേത്രം. മറ്റൊന്ന് കളരിക്കൽ ക്ഷേത്രമാണെന്ന് കരുതി വരുന്നു. പിന്നീട് അദ്ദേഹം ഈ ക്ഷേത്രം 5 കുടുംബങ്ങളെ നോക്കി നടത്തുവാൻ ഏൽപ്പിച്ചുവെന്നും അതിൽ ഒരു ഊരായ്മയിലുള്ള ചെക്കിടി ഇല്ലത്തെ തിരുമേനിമാരാണ് ഇവിടുത്തെ ശാന്തി എന്നാണ് കരുതി വരുന്നത്. ക്ഷേത്ര തിരുമുറ്റത്തായി കുടികൊള്ളുന്ന ശ്രീമഹാദേവ ക്ഷേത്രത്തിന് പിറകിലായാണ് അതിവിശാലമായ ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നത്. ദ്വാപര യുഗത്തിൽ ഒരു ബ്രാഹ്മണ ദമ്പതിമാർക്ക് ജനിക്കുന്ന കുട്ടികളെല്ലാം മരിക്കുന്ന ഒരു സ്ഥിതി വന്നു. അങ്ങനെ തൻ്റെ 9ാമത്തെ മക്കളും മരിച്ച വിഷമത്താൽ ബ്രാഹ്മണ യുവാവ് ശ്രീകൃഷ്ണ ഭഗവാന്റെ സമീപത്തെത്തുകയും തൻ്റെ സങ്കടം ദേവനെ അറിയിക്കുകയും ചെയ്തു. ശ്രീകൃഷ്ണ ഭഗവാൻ ഇതിന് പരിഹാരമായി മറുപടി ഒന്നും പറയാത്തത് കണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന പാർത്ഥൻ തനിക്ക് ബ്രാഹ്മണ യുവാവിന് ജനിക്കുന്ന അടുത്ത കുട്ടിയെ താൻ സംരക്ഷിക്കാമെന്ന് വാക്കു കൊടുക്കുകയും ചെയ്തു. എന്നാൽ ബ്രാഹ്മണ ദമ്പതിമാർക്ക് ജനിച്ച 10ാമത്തെ കുട്ടിയും മരണപ്പെടുകയും ഇതിൽ ദുഃഖിതനായ ബ്രാഹ്മണ യുവാവ് പാണ്ഡുപുത്രനായ പാർത്ഥനെ ഏറെ ശകാരിക്കുകയും ചെയ്തു. ബ്രാഹ്മണ യുവാവിന്റെ ശകാരം സഹിക്കവയ്യാതെ പാർത്ഥൻ സ്വയം ചിതയൊരുക്കി ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ പാർത്ഥനെ ശ്രീകൃഷ്ണ ഭഗവാൻ വന്ന് തടയുകയും നമുക്ക് ഒരു സ്ഥലത്തുകൂടി അന്വേഷിക്കാമെന്ന് പറഞ്ഞ് പാർത്ഥനെ കൂടെ കൂട്ടുകയും ചെയ്തു. ആ യാത്ര അവസാനം ജയവിജയന്മാർ കാവൽ നിൽക്കുന്ന 7 ഗോപുരങ്ങളുള്ള വൈകുണ്ഠത്തിലാണ് എത്തിച്ചേർന്നത്. അവിടെ ഭൂശ്രീദേവി സമേതനായി പരബ്രഹ്മ സ്വരൂപനായ സാക്ഷാൽ വിഷ്ണുദേവൻ ശംഖ് ചക്ര ഗദ പത്മധാരിയായി ശേഷനാഗമായ അനന്തന് കീഴെ ശയനം ചെയ്യുന്ന കാഴ്ചയാണ് പാർത്ഥന് കാണാൻ കഴിഞ്ഞത്. വൈകുണ്ഠനാഥന് സമീപത്തായി ദേവിമാരോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാഹ്മണ യുവാവിന്റെ 10 കുട്ടികളെയും അദ്ദേഹത്തിന് കാണുവാൻ കഴിഞ്ഞു. പാണ്ഡുപുത്രനായ പാർത്ഥൻ വൈകുണ്ഠനാഥനായ ശ്രീ മഹാവിഷ്ണുവിനെ വണങ്ങി ബ്രാഹ്മണ യുവാവിന്റെ സന്താനങ്ങളെയും വാങ്ങി ശ്രീകൃഷ്ണ ഭഗവാനൊപ്പം വൈകുണ്ഠത്തിൽ നിന്നും ബ്രാഹ്മണ യുവാവിന്റെ സമീപത്തേക്ക് യാത്ര തിരിച്ചു. കേരളത്തിൽ വൈകുണ്ഠനാഥൻ സന്താനഗോപാലമൂർത്തി ഭാവത്തിൽ കുടികൊള്ളുന്ന അപൂർവം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃക്കോവിൽ മഹാവിഷ്ണു ക്ഷേത്രം, കോട്ടോളി. വൈകുണ്ഠനാഥൻ സന്താനഗോപാലമൂർത്തി ഭാവത്തിൽ കുടികൊള്ളുന്ന ക്ഷേത്രങ്ങൾ സന്താന ഭാഗ്യത്തിനും മംഗല്യഭാഗ്യത്തിനും ഉത്തമമാണെന്നാണ് വിശ്വാസം. പണ്ട് പല കാരണങ്ങളാൽ തകർന്നു പോയ ഈ ക്ഷേത്രം ഉപയോഗശൂന്യമായി കാട് പിടിച്ച് കിടന്നിരുന്നു. എങ്കിലും ദേവചൈതന്യം നിറഞ്ഞു നിന്നിരുന്ന ഈ സന്നിധിയിൽ അക്കാലത്ത് ഒരു നമ്പൂതിരി മാസത്തിൽ ഒരിക്കൽ വന്ന് വിളക്ക് വെച്ച് മടങ്ങുക പതിവായിരുന്നു. പിന്നീട് ദേശവിശ്വാസികളും മറ്റും ചേർന്ന് കാട് വെട്ടിത്തെളിച്ച് ക്ഷേത്രം കണ്ടെടുക്കുകയും ഭജനയും മറ്റും ആരംഭിക്കുകയും ചെയ്തു. പണ്ട് ധാരാളം ഭൂസ്വത്തുക്കളും മറ്റും ഈ ക്ഷേത്രത്തിന് കീഴിൽ ഉണ്ടായിരുന്നതായാണ് വിശ്വാസം. വിഷ്ണു ഭഗവാന്റെ ശ്രേഷ്ഠ ഭാവങ്ങളിൽ ഒന്നാണത്ര ശ്രീ സന്താനഗോപാലമൂർത്തി ഭാവം. കോഴിക്കോട് കോർപ്പറേഷനിൽ കോട്ടോളി അംശം ദേശത്തായി സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഹൈന്ദവ ക്ഷേത്രമാണ് ശ്രീ തൃക്കോവിൽ മഹാവിഷ്ണു ക്ഷേത്രം.
2025 ഏപ്രിൽ മാസത്തിലായാണ് ഈ ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠാ മഹോത്സവം നടത്തിയത്. കോഴിക്കോട് കോർപ്പറേഷന് കീഴിൽ കോട്ടോളി അംശം ദേശത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രേശനായ ശ്രീ സന്താന ഗോപാലമൂർത്തിയെ കൂടാതെ ശിവൻ, കുട്ടിച്ചാത്തൻ, നാഗം, ഗണപതി, ശാസ്താവ്, ദേവി, ദക്ഷിണാമൂർത്തി എന്നിവരും ഉപദേവതാ സാന്നിധ്യത്തിൽ ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നുണ്ട്.